തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. കാലം വണങ്ങിയ കലാകാരന് പ്രണാമമർപ്പിക്കാൻ അക്ഷരമുറ്റത്ത് അവർ ഒത്തുകൂടി. വടക്കാഞ്ചേരി കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിലാണ് MTയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ അക്ഷരസ്നേഹികൾ ഒത്തുകൂടിയത്. MT വാസുദേവൻ നായർ വടക്കാഞ്ചേരിയിൽ ഏറ്റവും കൂടുതൽ എത്തിയത് കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിലാണെന്ന് പ്രസിഡന്റ് V മുരളി പറഞ്ഞു. മലയാളത്തിൻ്റെ സുഹൃതമായിരുന്നു ശ്രീ MT വാസുദേവൻ നായർ. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ കൂടല്ലൂർ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വടക്കാഞ്ചേരിയായിരുന്നു. കാലങ്ങളായി വടക്കാഞ്ചേരിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ PN മേനോനിൽ നിന്ന് ആരംഭിക്കുന്ന ആ ബന്ധം. PN മേനോൻ ആണ് MTയുടെ ഓളവും തീരവും സിനിമയാക്കിയത്. പിന്നീട് കുട്ടിയടത്തെയും PN മേനോനാണ് സംവിധാനം ചെയ്തത്. ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രം എഴുതപ്പെടുന്ന ഒരാൾക്ക് ഓളവും തീരത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അത് MT തിരക്കഥ എഴുതി PN മേനോൻ സംവിധാനം ചെയ്തു എന്നതിലുപരി തമിഴ്നാട്ടിലെ മദ്രാസിലെ സ്റ്റുഡിയോകളിൽ കടന്നിരുന്ന, അല്ലെങ്കിൽ സ്റ്റുഡിയോകളിൽ മാത്രം ചിത്രീകരിച്ചിരുന്ന സിനിമ, ഒരുപക്ഷെ മലയാള സിനിമ ആദ്യം സ്റ്റുഡിയോയ്ക്ക് പുറത്ത് വന്നത് ഓളവും തീരവും എന്ന MTയുടെ PN മേനോൻ്റെ ചിത്രത്തിലൂടെയാണ്. PN മേനോനായിട്ട് ചലച്ചിത്ര രംഗത്തുണ്ടാകുന്ന ബന്ധം ആ കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. പിന്നീട് ഭരതേട്ടനുമായിട്ടുള്ള അടുപ്പം, ഭരതേട്ടൻ്റെ 2 പടങ്ങൾ, ഒന്ന് താഴ്വാരവും 2 വൈശാലിയും MTയാണ് തിരക്കഥ ചെയ്തത്. MT തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചത് ഭരതൻ്റെ വരയാണ്. MT വൈശാലിയുടെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കഥ കേൾക്കുകയും ഒപ്പം തന്നെ അതിൻ്റെ ഫ്രെയിമുകളൊക്കെ വരയ്ക്കുകയും ചെയ്തിട്ടുള്ള ഭരതേട്ടനെക്കുറിച്ച് MT വളരെ അത്ഭുതത്തോടുകൂടി പറയാറുണ്ട്. പിന്നെ മറ്റൊരാൾ ഹൈദരാലിയാണ്. കലാമണ്ഡലം ഹൈദരാലിയോട് വലിയ ആരാധനയായിരുന്നു അദ്ദേഹത്തിന്. കാരണം ഹൈദരാലി സംഗീതത്തോട് അല്ലെങ്കിൽ കഥകളിയോട് കാണിക്കുന്ന പ്രതിബദ്ധത, അതാണ് MT ഒരു പക്ഷേ ഹൈദരാലിയിലേക്ക് അടുപ്പിച്ചത്. ഹൈദരാലി നിരന്തരം കലഹിക്കുക എന്ന് പറഞ്ഞാൽ കഥകളി സംഗീതത്തിലെ വൈകല്യങ്ങൾ ചൂണ്ടിക്കാട്ടി, അതുപോലെ തന്നെ മറ്റ് കഥകളിയിലെയും ഒക്കെ തന്നെ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തരം കലഹിക്കുമ്പോൾ ഹൈദരാലി പറയുന്നതാണ് ശരി എന്ന് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് MTയാണ്. ഹൈദരാലി അത് വലിയ ബഹുമതിയായിട്ട് തന്നെ എപ്പോഴും പറയാറുണ്ട്. MT ഉണ്ട് എൻ്റെ ഒപ്പം എന്ന് ഹൈദരാലി പറയാറുണ്ട്. മാത്രമല്ല ഹൈദരാലിയുടെ ആത്മകഥയ്ക്ക് അവതാരിക എഴുതിയത് ശ്രീ MT വാസുദേവൻ നായരായിരുന്നു. പിന്നെ സാഹിത്യ രംഗത്ത് പറഞ്ഞാൽ ഹൈദരാലിയുമായി ഒരു 65 വർഷത്തെ ബന്ധം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വടക്കാഞ്ചേരിയിലെ മുതിർന്ന സാഹിത്യകാരൻ P ശങ്കരനാരായണനുണ്ട്. ശങ്കരനാരായണൻ എഞ്ചിനീയറായിരിക്കുമ്പോൾ അദ്ദേഹം യൗവന കാലഘട്ടത്തിൽ കഥകൾ എഴുതുമ്പോൾ ആ കഥകളൊക്കെ അന്ന് മാതൃഭൂമി പത്രത്തിന് ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുക്കുമ്പോൾ നല്ലതാണെങ്കിൽ മാത്രമേ MT എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചയക്കും. പക്ഷെ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് യാതൊരു പിണക്കുണ്ടായിരുന്നില്ല. നിരന്തരം അദ്ദേഹം കോഴിക്കോട്ടേക്ക് വണ്ടി കയറുകയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം പോലെ തിരിച്ചിങ്ങോട്ടും ഒരു കുടുംബാംഗം പോലെയായിരുന്നു. P ശങ്കരനാരായണൻ അദ്ദേഹത്തിൻ്റെ വീടിന് പേരിട്ടത് MTയുടെ പുസ്തകത്തിൻ്റെ പേരാണ്. നിർമാല്യം എന്നാണ് ആ വീടിന് അദ്ദേഹം പേരിട്ടത്. P ശങ്കരനാരായണനായിട്ട് നല്ല ആത്മബന്ധം. P ശങ്കരനാരായണനായിട്ടുള്ള ആത്മബന്ധം, അതുപോലെ തന്നെ മച്ചാട് ഉള്ള കൃഷിക്കാരനായിട്ടുള്ള ബാലകൃഷ്ണൻ തെച്ചൻ സാധാരണ കർഷകനാണ്. അദ്ദേഹം വായിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം വായിച്ച് MTയെ വായിക്കാൻ തുടങ്ങിയപ്പോൾ പല കഥാപാത്രങ്ങളും അദ്ദേഹത്തിന് തോന്നിയത് തന്നെക്കുറിച്ചാണെന്ന് തോന്നി. കാരണം അസുരത്തിലെ ഗോവിന്ദൻകുട്ടിയാണ് ഒരു പക്ഷേ ബാലേട്ടനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് ബാലേട്ടൻ പറയാറുണ്ട്. പിന്നീട് ബാലേട്ടൻ്റെ ശ്രമം MTയെ മനപ്പാടമാക്കുക എന്നുള്ളതായിരുന്നു. MTയുടെ മഞ്ഞായാലും കാലമായാലും ഏത് രണ്ടാമ്പഴമായാലും അതൊക്കെ ബാലേട്ടന് കാണാപ്പാടാണ്. ആ ബാലേട്ടനെക്കുറിച്ചാണ് MT ഒരു ആരാധനയെക്കുറിച്ച് ആദ്യം എഴുതിയത് മച്ചാട് ബാലേട്ടനെക്കുറിച്ചാണ്. മച്ചാട് ബാലേട്ടൻ MT ആശുപത്രി കിടക്കുമ്പോൾ കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ചെന്നു, തുണിയും ബാഗൊക്കെ ആയിട്ട് ചെന്നു. അപ്പോൾ MTക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു ഞാൻ ബാലകൃഷ്ണൻ മച്ചാടെന്ന് പറഞ്ഞപ്പോൾ
എന്താ വന്നേ ചോദിച്ചു. അല്ല ആരും കൂട്ടി നിൽക്കാമല്ലോ, ഞാൻ കൂട്ടി നിൽക്കാം ആശുപത്രിയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ MT പറഞ്ഞു വേണ്ട, കൂട്ടി നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ MT കുറച്ച് വഴിച്ചെലവിന് പൈസ എടുത്ത് കൊടുക്കാൻ, കാരണം ഓരോ സഞ്ചിയും വേഷമൊക്കെ കണ്ടപ്പോൾ വഴി ചാർജിന് കാശ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു കെട്ട് പഴയ നോട്ടുകൾ ഇങ്ങോട്ട് എടുത്തിട്ട് ആശുപത്രി ചിലവുണ്ടാവും കയ്യെ വെച്ചോളാൻ വേണ്ടി തിരിച്ച് കൊടുത്തപ്പോഴാണ് MTക്ക് പറ്റിയ അബദ്ധം MT മനസ്സിലായത്. പിന്നെ MT പറഞ്ഞു ഞാൻ പുസ്തകം കുറച്ച് തരട്ടെ ചോദിച്ചു. അപ്പോൾ ഒരു പുസ്തകം ഞാൻ വാങ്ങാത്തില്ല, എല്ലാ പുസ്തകവും എനിക്ക് മനപ്പാടാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം മഞ്ഞും കാലമൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ MTയെ വിസ്മയിപ്പിച്ച ബാലകൃഷ്ണൻ പൊന്നമ്പറമ്പുകാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മ എന്ന് പറയുന്ന MTയുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വേറിട്ട ആരാധനയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത്. MTയുടെ വടക്കാഞ്ചേരി ബന്ധത്തെ പറ്റി പറയുമ്പോൾ ഇവരാരെയും വിസ്മയിക്കുക. പിന്നെ നമ്മുടെ വായനശാലയായിട്ടുള്ള ബന്ധം, നിരന്തരമായിട്ട് വായനശാലയിൽ ഓരോ പരിപാടിക്കും വന്നിരുന്നു. അവിടെ ഇവിടെ വരുമ്പോൾ വായനശാലത്തിൽ അംഗം പോലെ, വായനശാലയ്ക്കും അദ്ദേഹത്തിന് ഒരു വയസ്സാണ്. എപ്പോഴും പറയും എനിക്കും വായനശാലയ്ക്കും ഒരു വയസ്സാണെന്ന് എപ്പോഴും പറയും. വടക്കാഞ്ചേരി ഒരിക്കൽ MT മോയിനിയും കൂടി പങ്കെടുത്ത പരിപാടി, മലയാള സാഹിത്യ നിലയിലെ പ്രമുഖരെല്ലാം അന്ന് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കൊടുത്ത കാണിക്ക ആചാര്യ ദക്ഷിണ 5555 രൂപയാണെന്ന് വെറ്റിലയും അടയ്ക്കുകയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഉരുളിയിൽ തയ്യാറാക്കി കൊടുത്തത്. പിന്നീട് ഒരിക്കൽ അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ തന്ന ദക്ഷിണ ഞാൻ അവിടെ തന്നെ സിത്താരയിലെ അലമാരിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഭാര്യ സരസ്വതിയോടും മകൾ അശ്വതിയോടും ഒരു പൈസ പോലും വന്നെടുക്കരുത്, അവസാനം വരെ എനിക്ക് ആ പണക്കിഴി കാണണം. അതൊരു ആത്മബന്ധത്തിൻ്റെ, എൻ്റെ ആരാധകർ, എൻ്റെ അക്ഷരസ്നേഹികളായിട്ടുള്ള ആളുകൾ എനിക്ക് തന്ന ദക്ഷിണയാണ്. ആ ദക്ഷിണ എനിക്കെന്നും കാണണം എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ഞങ്ങൾ ഏറ്റവും ധന്യരായ ഒരു സമയം അത്. ഒരുപാട് പേര് വടക്കാഞ്ചേരിയിലെ ഇപ്പോൾ അപ്പേട്ടനായാലും P ശങ്കരനാരായണനായാലും മറ്റാട് ബാലകൃഷ്ണേട്ടനായാലും കവി KS അബ്ദുൾ-റഹ്മാനായാലും അണ്ടേങ്ങാട്ട് വേണേട്ടനായാലും ഞങ്ങളൊക്കെ ആയാലും നിരന്തരമായിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ എപ്പോഴും ബന്ധപ്പെടുന്ന ആളുകൾ ഇവിടെ ആശുപത്രിയിൽ വന്ന് കിടക്കുന്ന സമയത്ത് അങ്ങനെ നിരന്തരം ബന്ധപ്പെട്ട ആ ഒരു ബന്ധം നിലനിർത്തിയിരുന്നു. അവസാനം വരെ ഞങ്ങളെ ചെറുപുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാനും നമ്മുടെ വടക്കാഞ്ചേരിക്കാരനായിട്ട് പെരുമാറാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയത് വായിക്കാത്ത ആളുകൾ പോലും പലപ്പോഴും അദ്ദേഹത്തെ ഉദാഹരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രമാത്രം ലോക സാഹിത്യത്തിന് മുമ്പിൽ മലയാളത്തെ വിശ്വവിഖ്യാതമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച എഴുത്തുകാരൻ. നിയമസഭയിൽ ഞാൻ ആരെയും ചെറുതാക്കി പറയല്ല, വലിയ വായനയില്ലാത്ത നിയമസഭാചേര് MLA-മാരും മന്ത്രിമാരും വരെ പ്രസംഗിക്കുമ്പോൾ അറിയാതെ MTയുടെ കാലത്തിലെ സേതുവൊക്കെ കടന്നു വരും. കാലത്തിലെ സേതുവിനെ പറ്റി പറയാത്ത ഒരു ജനപ്രതിനിധി നിയമസഭയിൽ ഉണ്ടാവില്ല. കാരണം സേതുവിന് താല്പര്യം സേതുവിനോട് മാത്രമാണെന്നുള്ള MTയുടെ ആ ഡയലോഗ്, പഞ്ച് ഡയലോഗ് പലപ്പോഴും നിയമസഭയിലൊക്കെ പലപ്പോഴും മുറികേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ വടക്കാഞ്ചേരിയിലെ എല്ലാ അക്ഷരസ്നേഹികൾക്കും വേണ്ടി വടക്കാഞ്ചേരി ശ്രീ കേരള ലൈബ്രറിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈ പിടിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളെന്ന നിലയിൽ പ്രണാമർപ്പിക്കുന്നു. PN മേനോൻ, ഭരതൻ, ഹൈദരാലി, P ശങ്കരനാരായണൻ എന്നിവരെല്ലാമായി നല്ല ബന്ധം പുലർത്തിയ വ്യക്തിയായിരുന്നു. MT വാസുദേവൻ നായർക്കും വടക്കാഞ്ചേരി കേരളവർമ്മ ലൈബ്രറിക്കും ഒരേ വയസ്സാണ്. പ്ലാറ്റിനം ജൂബിലിക്കായി MT വാസുദേവൻ നായർ നൽകിയ പണക്കിഴി ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായി V മുരളി പറഞ്ഞു. കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന MT സ്മൃതിയിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. ലൈബ്രറി പ്രസിഡന്റ് V മുരളി അധ്യക്ഷത വഹിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.